നിങ്ങൾ ഇത്രയും കാലമായിട്ട് എന്താണ് സത്യം എന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചില്ല. കാരണം കിട്ടിയ ഓഫറിൽ മരിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം വരെ സ്വർഗ്ഗം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അന്വേഷിക്കാതെ മടി പിടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ മുമ്പുള്ളവരും അങ്ങനെ തന്നെയാണ് ഇവിടെ മരിച്ചു പോയത്. അറ്റ്ലീസ്റ്റ് നമ്മളെ മക്കൾക്ക് അവർക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നത് അവരെ ചെയ്യാൻ അനുവദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ കാര്യത്തിൽ ഇടപെടാതെ ഇരുന്ന് നമ്മൾക്ക് നമ്മളായിട്ടിരിക്കാൻ സാധിക്കുമ്പം അവർക്ക് വേണ്ട കാര്യങ്ങൾ അവരിപ്പം കള്ളാണ് സെലക്ട് ചെയ്യണതെങ്കിൽ അതിൽ നിന്ന് എന്താണ് കിട്ടുന്നതെന്ന് പരിശോധിച്ച് അതിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള അവസരവും അതിൻ്റെ ഉള്ളിൽ തന്നെയാണുള്ളത്. അല്ലാതെ നമ്മൾ ആരെയും പഠിപ്പിച്ചിട്ട്, കാരണം നമുക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല, ഒരു ഉറപ്പുമില്ല. നമ്മൾ തന്നെ ഒരു പാലത്തിൽ ഇളകിക്കൊണ്ടിരിക്കുന്ന ഒരു പാലത്തിൽ നടന്നുകൊണ്ടിരിക്കുക, മറ്റുള്ളവർ പറഞ്ഞത് കേട്ടുകൊണ്ടിരിക്കുക. സ്വന്തമായിട്ട് എന്താണെന്ന് പരിശോധിക്കാൻ പറ്റില്ല. കാരണം ബാക്കിൽ അതിന് മാത്രം ആൾക്കാർ നിൽക്കുന്നുണ്ട്, ഗുരുക്കന്മാരും പടച്ചോനും ദൈവങ്ങളും ഒരുപാട് ആൾക്കാർ, മനസ്സിലായോ? അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, വെറുതെ വിടുക. നമ്മൾ എന്നിട്ട് വെറുതെ വിടാനുള്ള മനസ്സെങ്കിലും കാണിക്കുക. അവർ തിരിച്ചു വരട്ടെ, തിരിച്ചു വന്ന് അവർക്ക് അവരുടേതായ ശരി കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പം നിങ്ങൾ പറഞ്ഞു കൊടുത്തോ, ഒരു കുഴപ്പമില്ല. കാലമായിട്ട് എന്താണ് സത്യം എന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചില്ല. കാരണം കിട്ടിയ ഓഫറിൽ മരിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം വരെ സ്വർഗ്ഗം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അന്വേഷിക്കാതെ മടി പിടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ മുമ്പുള്ളവരും അങ്ങനെ തന്നെയാണ് ഇവിടെ മരിച്ചു പോയത്. അറ്റ്ലീസ്റ്റ് നമ്മളെ മക്കൾക്ക് അവർക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നത് അവരെ ചെയ്യാൻ അനുവദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ കാര്യത്തിൽ ഇടപെടാതെ ഇരുന്ന് നമ്മൾക്ക് നമ്മളായിട്ടിരിക്കാൻ സാധിക്കുമ്പം അവർക്ക് വേണ്ട കാര്യങ്ങൾ അവരിപ്പം കള്ളാണ് സെലക്ട് ചെയ്യണതെങ്കിൽ അതിൽ നിന്ന് എന്താണ് കിട്ടുന്നതെന്ന് പരിശോധിച്ച് അതിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള അവസരവും അതിൻ്റെ ഉള്ളിൽ തന്നെയാണുള്ളത്. അല്ലാതെ നമ്മൾ ആരെയും പഠിപ്പിച്ചിട്ട്, കാരണം നമുക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല, ഒരു ഉറപ്പുമില്ല. നമ്മൾ തന്നെ ഒരു പാലത്തിൽ ഇളകിക്കൊണ്ടിരിക്കുന്ന ഒരു പാലത്തിൽ നടന്നുകൊണ്ടിരിക്കുക, മറ്റുള്ളവർ പറഞ്ഞത് കേട്ടുകൊണ്ടിരിക്കുക. സ്വന്തമായിട്ട് എന്താണെന്ന് പരിശോധിക്കാൻ പറ്റില്ല. കാരണം ബാക്കിൽ അതിന് മാത്രം ആൾക്കാർ നിൽക്കുന്നുണ്ട്, ഗുരുക്കന്മാരും പടച്ചോനും ദൈവങ്ങളും ഒരുപാട് ആൾക്കാർ, മനസ്സിലായോ? അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, വെറുതെ വിടുക. നമ്മൾ എന്നിട്ട് വെറുതെ വിടാനുള്ള മനസ്സെങ്കിലും കാണിക്കുക. അവർ തിരിച്ചു വരട്ടെ, തിരിച്ചു വന്ന് അവർക്ക് അവരുടേതായ ശരി കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പം നിങ്ങൾ പറഞ്ഞു കൊടുത്തോ, ഒരു കുഴപ്പമില്ല.